ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 സൂര്യ നായകനായി എത്തിയ എതിർക്കും ദുരന്തവൻ എന്ന മൂവിയുടെ കഥയാണ്. ഇതൊരു ഫാമിലി സ്റ്റോറിയാണെങ്കിലും ഇന്നീ സമൂഹത്തിൽ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് വേറെ ലെവലാണ്. ഈ ഫിലിമിൻ്റെ കഥയും അതിൻ്റെ ക്ലൈമാക്സുമെല്ലാം നമുക്ക് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് മനസ്സിലാക്കാം. കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ സിറ്റിയിൽ നിന്ന് കുറച്ചു പേർ മിസ്സായതിന് പോലീസ് അവരെ തിരയുന്നത് കാണിക്കുന്നു. ആരോ ഒരാൾ തന്നെയാണ് മിസ്സായ എല്ലാവരെയും കടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയുടെ അമ്മയ്ക്കൊരു കോൾ വരുന്നു. ആ കോൾ അവർ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹീറോ 2 കൊലപാതകം ചെയ്തെന്ന് അവരെ വിളിക്കുന്നയാൾ ഹീറോയുടെ അമ്മയോട് പറയുന്നു. ഹീറോയുടെ അമ്മ ഹസ്ബൻഡിനോട് ഈ കാര്യം പറയുമ്പോൾ 2 കൊലയോ? ചാൻസേ ഇല്ല, 7 കൊലപാതകം ചെയ്യാനാണ് സാധ്യതയെന്ന് ഹീറോയുടെ അച്ഛൻ പറയുന്നു. ഇത് കേട്ട് അമ്മ ഷോക്കാകുന്നു. ഹീറോ കൊല നടത്തിയ ഫാക്ടറിക്ക് ചുറ്റും പോലീസ് വളയുന്നു. ഒരു കത്തിയുമായി ഹീറോ ഷട്ടർ തുറന്ന് ആ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കൊല ചെയ്യാനാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചതും വളർത്തിയതെന്നും അമ്മ കരഞ്ഞുകൊണ്ട് ഹീറോയോട് ചോദിക്കുമ്പോൾ ഇവിടെ ടൈറ്റിൽ കാണിച്ച മൂവി ആരംഭിക്കുന്നു. വടനാട്, തെന്നാട് എന്നീ 2 ഗ്രാമങ്ങളുണ്ട്. അതിൽ തെന്നാട് ഗ്രാമത്തിലാണ് ഹീറോ താമസിക്കുന്നത്. ആ 2 ഗ്രാമങ്ങളും സന്തോഷത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത്. വടനാട്ടിലെയും തെന്നാട്ടിലെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാറുണ്ട്. ഉത്സവങ്ങളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കാറുമുണ്ട്. വേർതിരിവും വഴക്കുകളും ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ് ഹീറോ താമസിക്കുന്നത്. ഇതിനിടയിൽ തെന്നാടിനും വടനാടിനുമിടയിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. തെന്നാട്ടിൽ നിന്നും ഒരു പെണ്ണിനെ വടനാട്ടുകാരൻ കല്യാണം കഴിക്കുന്നു. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ പെണ്ണ് തൂങ്ങി മരിക്കുന്നു. അതിനാൽ 2 നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവും വഴക്കും ഉണ്ടാകുന്നു. ഇനി മുതൽ 2 നാട്ടുകാരും തമ്മിലുള്ള വിവാഹങ്ങൾ വേണ്ടെന്ന് ഗ്രാമവാസികൾ തീരുമാനിക്കുന്നു. വടനാട് ഗ്രാമം കാണിക്കുമ്പോൾ അവിടെ CMന്റെ മകനായ ഇൻവയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ബർത്ത്ഡേ ഫംഗ്ഷന് ശേഷം ഇൻവ അവന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവൾ ആരുടെയോ ഒപ്പം ഒളിച്ചോടിപ്പോയെന്ന് വരുത്തി തീർക്കുന്നു. വടനാട്ടിലെ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാൻ നമ്മുടെ ഹീറോ അങ്ങോട്ട് പോകുന്നു. ആ ഫെസ്റ്റിവലിന് ഇൻവയും വരുന്നുണ്ട്. ഇൻവയുടെ വൈഫ് ഇൻവയുടെ ഡ്രൈവറിനൊപ്പം ഓടിപ്പോയെന്ന് ഡ്രൈവറുടെ അമ്മ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഇൻവ അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കുന്നത്. ഈ കാര്യം ഇൻവയുടെ വൈഫിന്റെ അച്ഛനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആ ഡ്രൈവറിനെയും ഇൻവ കൊല്ലുന്നു. ഹീറോയുടെ അമ്മ ഹീറോയ്ക്ക് കോൾ ചെയ്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറയുന്നു. കാരണം തെന്നാടും വടനാടും തമ്മിൽ തർക്കത്തിലും പ്രശ്നത്തിലുമാണ്. വടനാടും തെന്നാടും തമ്മിൽ എങ്ങനെയാണ് ഇത്രയും വിരോധത്തിലായതെന്ന് കാണിക്കുന്നു. തെന്നാട്ടിൽ നിന്നും വടനാട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോയ പെൺകുട്ടി തൂങ്ങി മരിക്കുന്നു. കല്യാണം കഴിച്ച ചെറുക്കനോട് പോലീസിൽ സറണ്ടർ ആകണമെന്ന് നാട്ടുകൂട്ടം പറയുമ്പോൾ വടനാട്ടുകാർ അത് സമ്മതിക്കില്ല. ഹീറോ വക്കീലാണ്. കോർട്ടിൽ ഈ കേസ് കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. അതിനാൽ ആ 2 ഗ്രാമങ്ങളും തമ്മിൽ വെറുപ്പിലാകുന്നു. ഇത്രയും നാളും ഒരുമിച്ച് നടത്തിപ്പോന്നിരുന്ന ഉത്സവങ്ങളൊക്കെ അവർ വേണ്ടെന്ന് വെക്കുന്നു. ഭർത്താവിന്റെ ഉപദ്രവം മൂലമാണ് ആ കുട്ടി മരിച്ചതെന്ന് തെളിഞ്ഞതിനാൽ അയാളെ പോലീസ് പിടിക്കുന്നു. ഹീറോ പങ്കെടുക്കാൻ പോയ വടനാട്ടിലെ ഉത്സവത്തിനിടയിൽ വെച്ച ഒരു വീഡിയോ കോൾ വഴിയാണ് ഹീറോയിനെ ആദ്യമായി ഹീറോ കാണുന്നത്. കാണുമ്പോൾ തന്നെ അവൻ അവളെ ഇഷ്ടമാകുന്നു. ഇതിനിടയിൽ ഹീറോയുടെ റിലേറ്റീവ് ആയിരുന്ന ഒരു അച്ഛനും അമ്മയും മകളും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മരണം ഹീറോയെയും കുടുംബത്തിനെയും ദുഃഖത്തിലാക്കുന്നു. അയാളുടെ മകൾ വേറൊരാളുമായി റിലേഷനിലായിരുന്നെന്നും ആ നാണക്കേട് മൂലമാണ് അവരെല്ലാം സൂയിസൈഡ് ചെയ്തത് എന്നൊക്കെ ആളുകൾ പറയുന്നു. ആ നാട്ടിലെ ഒരാളുടെ മകളെ കാണാതാകുമ്പോൾ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാനായി ഹീറോ കാണാതായ പെൺകുട്ടിയുടെ പേരൻസിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പക്ഷെ അവരെ അപമാനിക്കുന്ന രീതിയിലാണ് ആ പോലീസ് ഓഫീസർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാകും. ഇതൊന്നും അന്വേഷിക്കാൻ കഴിയില്ലെന്നും പോലീസ് ഓഫീസർ ഹീറോയോട് പറയുന്നു. നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ട, ഞാൻ തനിയെ അവളെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ആ പെൺകുട്ടിയെ കണ്ടെത്താനായി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഹീറോ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവരും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയുന്നു. പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ രക്ഷപ്പെടാനും ഹെൽപ്പിനും കാവലൻ എന്ന ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഹീറോ പറയുന്നു. ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി ഹീറോ കാണാനായി വന്ന ആ ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നു.
ഹീറോയും ആ ആപ്പിനെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഹീറോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഹീറോ സന്തോഷത്തോടെ അത് മേടിക്കും. ഒരു സോങ്ങിന് ശേഷം ഹീറോയിനെ കുറിച്ച് അമ്മയോട് പറയുന്നു. അമ്മ അവളുടെ ഫോട്ടോ ഹീറോയുടെ അച്ഛനെ കാണിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ ടെൻസ്ഡ് ആകുന്നു. കാരണം ഹീറോയിൻ വടനാട് ഗ്രാമത്തിലുള്ളതാണ്. 2 വർഷമായി നമ്മുടെ നാടും വടനാടും തമ്മിൽ പകയിലാണ്. സോ നിന്റെ ഈ കല്യാണം നടക്കാൻ ചാൻസ് കുറവാണ്. സോ ഒരു അറേഞ്ച് മാരേജ് പോലെ സെറ്റ് ചെയ്ത് കല്യാണം നടത്താമെന്ന് ഹീറോയുടെ അച്ഛൻ പറയുന്നു. സോ അവർ ഒരാളെ ഹീറോയിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അയാൾ ഹീറോയിന്റെ വീട്ടിൽ ചെന്ന് ഹീറോയെക്കുറിച്ചും ഹീറോ ഇപ്പോൾ വിവാഹം കഴിക്കാൻ നല്ലൊരു പെണ്ണിനെ തിരയുകയാണെന്നും നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് ആരോ പറഞ്ഞ് അറിഞ്ഞെന്നുമൊക്കെ അയാൾ ഹീറോയിന്റെ അച്ഛനോട് പറയുന്നു. ഹീറോയിന്റെ അമ്മ കല്യാണത്തിന് ഓക്കെ പറയുമെങ്കിലും ഹീറോയും ഫാമിലിയും തെന്നാട് ഗ്രാമത്തിലുള്ളവരായതിനാൽ ഹീറോയിന്റെ അച്ഛൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് അയാളോട് പറയുന്നു. ഈ കാര്യങ്ങൾ ഹീറോയിന്റെ അച്ഛൻ വടനാട്ടിലെ ആളുകളുമായി സംസാരിക്കുന്നു. ആ നാട്ടിലെ പ്രമാണികളായ ഇൻവയും അച്ഛനുമായും ഹീറോയിന്റെ അച്ഛൻ ഹീറോയുമായുള്ള വിവാഹത്തെക്കുറിച്ചും തെന്നാട്ടിൽ നിന്നും തൻ്റെ മകൾക്ക് ഒരു കല്യാണക്കാര്യം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവരുമായി ഓൾറെഡി നമ്മൾ വഴക്കിലാണ്. 2 വർഷമായി ആ നാടുമായി നമുക്കൊരു ബന്ധവുമില്ല. സോ ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് അവർ ഹീറോയിന്റെ അച്ഛനോട് പറയുന്നു. ഇൻവ അവൻ്റെ ഫ്രണ്ടിനെ ഹീറോയിന്റെ അച്ഛന് പരിചയപ്പെടുത്തിയതിനു ശേഷം ഇവൻ എൻ്റെ ഫ്രണ്ടും ബിസിനസ് പാർട്ണറുമാണ്. പുറത്തു വെച്ച് ഇവൻ നിങ്ങളുടെ മകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുതൽ ഇവൻ അവളെ ഇഷ്ടമായി. സോ ഇവന് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഇൻവ അയാളോട് പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛനും അതിന് സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. എൻ്റെ പേര് മൗനി, എനിക്ക് അർജന്റായി നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് കോൾ ചെയ്ത പെൺകുട്ടി ഹീറോയോട് പറയുമ്പോൾ ശരി, ഇന്ന് നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വരൂ എന്ന് ഹീറോ പറയുന്നു. കോൾ കട്ട് ചെയ്ത് ഹീറോ വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് കാണുന്നു. ആരാണ് എന്താണ് പറ്റിയതെന്നറിയാൻ ഹീറോ വണ്ടിയിൽ നിന്നിറങ്ങി ആക്സിഡന്റ് ആയ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനാണ് മൗനി, ഞാനാണ് കുറച്ചു മുൻപ് നിങ്ങളെ വിളിച്ചത്, എനിക്ക് അർജന്റായി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഹീറോയോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നതിനിടയിൽ അവൾ മരിക്കുന്നു. ഈ പെൺകുട്ടി ഫോൺ ചെയ്ത് റോങ് റൂട്ടിലൂടെ വന്നതിനാലാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് അവിടെ കൂടി നിന്നവർ ഹീറോയോട് പറയുന്നു. പോലീസ് വന്ന ആ പെൺകുട്ടിയുടെ ബോഡി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടിയുടെ മരണം ഹീറോയെ വല്ലാതെ തളർത്തുന്നു. ഹീറോയുടെ സിസ്റ്റർ കുഞ്ഞിലെ മരിച്ചതാണ്. അവന്റെ സിസ്റ്ററുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ മൗനിയെ ഹീറോ സ്വപ്നത്തിൽ കാണുന്നു. ഉറങ്ങുമ്പോഴും ആ പെൺകുട്ടിയുടെ ആക്സിഡന്റ് കണ്ട് ഹീറോ ഞെട്ടി എഴുന്നേൽക്കുന്നു. സോ ആ കേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അന്വേഷിക്കണമെന്ന് ഹീറോയ്ക്ക് തോന്നുന്നു. അതിനാൽ ഹീറോയുടെ ഫ്രണ്ടിന്റെ ഹെൽപ്പോടെ ആക്സിഡന്റ് നടന്നെടുത്ത CCTV ഫുട്ടേജ് എടുക്കുന്നു. ആ പെൺകുട്ടി ലാസ്റ്റായി വിളിച്ചത് ഹീറോയെയാണ്. ഹീറോയോട് സംസാരിക്കുന്നതിനിടയിലാണ് ആ പെൺകുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായി മരിക്കുന്നത്. ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ആലോചനയിലിരിക്കുന്ന അച്ഛനെയും അമ്മയുമാണ് കാണുന്നത്. അതൊന്നും വേണ്ടെന്ന് ഹീറോ പറയുമ്പോൾ ഇപ്പോൾ അവളുടെ വീട്ടുകാർ കണ്ടുപിടിച്ചിരിക്കുന്ന ചെറുക്കൻ വളരെ മോശപ്പെട്ടവനാണ്. ആ കല്യാണത്തിൽ നിന്നും അവളെ രക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഹീറോയുടെ അച്ഛൻ പറയും. സോ അതിനാൽ നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയി നേരിട്ട് വിളിച്ചുകൊണ്ടുവരാമെന്ന് ഹീറോ പറയുമ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛനും അമ്മയും ഹീറോയിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, മര്യാദയ്ക്ക് തിരിച്ചു പൊയ്ക്കോളൂ എന്ന് ഹീറോയിന്റെ അച്ഛൻ പറയുമ്പോൾ ഈ തവണത്തെ ഉത്സവത്തിന് നിങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ പോകുമെന്ന് ഹീറോയുടെ അച്ഛൻ പറയുന്നു. അതൊന്നും നടക്കില്ലെന്ന് ഹീറോയിന്റെ അച്ഛൻ പറയുന്നു. നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യം ഇൻവയും ഫ്രണ്ടും അറിയുമ്പോൾ ഉത്സവം തടയണം, അവളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാൽ അവരെയും കൊല്ലണമെന്ന് ഇൻവ ഫ്രണ്ട്സിനോട് പറയുന്നു. അങ്ങനെ ഉത്സവം നടക്കുന്നതെന്ന് ഹീറോയിന്റെ അച്ഛൻ അവരുടെ റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ചു വരുത്തി ഹീറോയിനെ കെയർ ചെയ്യണം, ആരും അവളുടെ അടുത്ത് പോലും വരാതെ നോക്കണമെന്ന് പറയുന്നു. ഹീറോയും ഉത്സവത്തിന് വരുന്നുണ്ട്. ഇൻവ ഒരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനാൽ ഉത്സവത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും അങ്ങോട്ട് അവന്റെ ആളുകളെ പറഞ്ഞുവിട്ട് ഫോണിലൂടെ ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിധി എന്നൊരാളെ കാണിക്കുന്നു. അവൻ ഹീറോയിന്റെ ഫ്രണ്ടായ യാമിനിയെ ലവ് ചെയ്യുന്നുണ്ട്. അവൻ യാമിനിയും കൊണ്ട് ഇൻവയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. ബിസിനസ് മീറ്റിംഗിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് തന്നാൽ എനിക്ക് എന്ത് തരുമെന്ന് പ്രോജക്ട് മാനേജർ ഇൻവയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ തരാമെന്ന് ഇൻവ പറയുന്നു. ഹീറോയിനുമായി ഇവിടെ നിന്നും പോകാതിരിക്കാൻ ഹീറോയും ഫ്രണ്ട്സും വന്ന വണ്ടികളെല്ലാം ഇൻവയുടെ ആളുകൾ പഞ്ചറാക്കുന്നു. ഹീറോയുടെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെയുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നിനക്ക് സമ്മതമാണോ എന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ അതെ എന്ന് അവളും പറയുന്നു. ഹീറോ പോക്കറ്റിൽ നിന്നും ഒരു താലിയെടുത്ത് ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് തന്നെ ഹീറോയിനെ കിട്ടുന്നു. ഇത് കാണുന്ന ഹീറോയിന്റെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് ഹീറോയുടെ ഫോണിലേക്ക് ഹീറോയിന്റെ ഫ്രണ്ടായിരുന്ന യാമിനിയുടെ ഫോണിൽ നിന്നും ഒരു സിഗ്നൽ ലഭിക്കുന്നു. സോ അവൾ എന്തോ പ്രശ്നത്തിലാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. യാമിനി ആ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങി ഓടുന്നതായി കാണിക്കുന്നു. ആ സിഗ്നൽ നോക്കി ഹീറോയും യാമിനിയെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നു. പലയിടത്തും അന്വേഷിച്ചതിനൊടുവിൽ ഹീറോ അവളെ കാണുന്നു. അവളുടെ പുറകെ ഇൻവയുടെ ആളുകളും ഉണ്ട്. ഇത് ഇൻവയുടെ ഡീലാണ്, വെറുതെ ഇതിൽ തലയിടാൻ നിൽക്കണ്ടെന്ന് അവർ ഹീറോയോട് പറയുമ്പോൾ ഹീറോ അതൊന്നും മൈൻഡ് ആക്കാതെ യാമിനിയെ രക്ഷിക്കാനായി അവരുമായി ഫൈറ്റ് ചെയ്യുന്നു.
എങ്ങനെയൊക്കെ അവരെ അടിക്കാൻ കഴിയുമോ അതുപോലെയൊക്കെ ഹീറോ അവരെയെല്ലാം അടിക്കുന്നു. പെട്ടെന്ന് യാമിനി ബോധം കെട്ട് നിലത്ത് വീഴുന്നു. ഹീറോ അവളെ എടുത്ത് തോളിൽ കിടത്തുന്നു. ആ സമയം ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. വിളിക്കുന്നത് ഇൻവയാണ്. ഇത് നിന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. സോ മര്യാദയ്ക്ക് യാമിനിയെ അവിടെ വിട്ടിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലെ ധാരാളം പെൺകുട്ടികളുടെ പ്രൈവറ്റ് വീഡിയോസ് എന്റെ ഫോണിലുണ്ട്. അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞ് ഇൻവ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ഹീറോ യാമിനിയെ രക്ഷിച്ച ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയും ഹീറോയുടെ അച്ഛനും അമ്മയും നിനക്ക് എന്ത് പറ്റിയതാണെന്നും നീ എങ്ങനെ ആ ഗസ്റ്റ് ഹൗസിൽ വന്നതെന്നും യാമിനിയോട് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ യാമിനി അവരോട് പറയുന്നു. നീതി എന്നൊരാളുമായി യാമിനി ഇഷ്ടത്തിലായിരുന്നു. എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നിടത്ത് നീ വരണമെന്ന് നീതി യാമിനിയോട് പറയുന്നു. അങ്ങനെയാണ് യാമിനി ഇൻവയുടെ ഗസ്റ്റ് ഹൗസിൽ എത്തുന്നത്. ആദ്യമൊക്കെ സ്നേഹത്തോടെ സംസാരിച്ച നിധി പെട്ടെന്ന് മോശമായ രീതിയിൽ സംസാരിക്കുകയും ഞാൻ ഇൻവയുടെ ആളാണെന്ന് പറയുകയും ചെയ്യുന്നു. സോ അവിടെ നിന്നും ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാവരും എന്നെ ആക്രമിക്കാൻ തുടങ്ങിയെന്നും യാമിനി പറയുന്നു. എൻ്റെ മകളെ നിങ്ങളുടെ വീട്ടിൽ കുറച്ചുനാൾ നിർത്തുമോ? ഇൻവയുടെ ആളുകൾ അവളെ വീണ്ടും ആക്രമിക്കുമോ എന്നെനിക്ക് പേടിയാണെന്നും യാമിനിയുടെ അച്ഛൻ പറയുന്നു. യാമിനിയെയും കൂട്ടി ഹീറോ കോർട്ടിലേക്ക് പോകുന്നു. ഈ കാര്യം ഇൻവയും ഫ്രണ്ട്സും അറിയും. സോ അവർ ഹീറോയെ ഫോളോ ചെയ്യുന്നു. നിധി യാമിനിയെ വീണ്ടും കൂടെ നിർത്താനായി അവൾക്ക് കോൾ ചെയ്യുന്നു. ബട്ട് യാമിനി കോൾ അറ്റൻഡ് ചെയ്യില്ല. ഇൻവ ഹീറോയ്ക്ക് കോൾ ചെയ്ത് നീ ഒരുത്തിയെ രക്ഷിക്കാൻ നോക്കിയാൽ നിന്റെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും പ്രൈവറ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ് ഹീറോയെ ഭയപ്പെടുത്തുന്നു. ബട്ട് എന്നിരുന്നാലും ഹീറോ യാമിനിയും കൊണ്ട് കോർട്ടിലേക്ക് വരുമ്പോൾ കോർട്ടിൽ എന്തോ സ്ട്രൈക്ക് നടക്കുകയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ഈ സമയം ഹീറോയുടെ ഫോണിലേക്ക് ഒരു പോലീസ് ഓഫീസർ വിളിക്കുന്നു. ഹീറോയിന്റെ സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെയാണ് ഹീറോ അവളെ കല്യാണം കഴിച്ചതെന്ന് അവളുടെ വീട്ടുകാർ പോലീസിന് കംപ്ലൈന്റ് ചെയ്തതനുസരിച്ചാണ് ഹീറോയെ പോലീസ് വിളിക്കുന്നത്. ഈ കാര്യങ്ങൾ ഹീറോയോട് പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ ഇഷ്ടപ്രകാരമാണ് കല്യാണം കഴിച്ചതെന്നും ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത വീഡിയോ ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയിനെ മാരേജ് ചെയ്യുന്ന വീഡിയോ പോലീസിന് അയച്ചു കൊടുക്കുന്നു. ഹീറോയിന്റെ അമ്മയുടെ സമ്മതത്തോടെയാണ് ഹീറോയിനെ കല്യാണം കഴിച്ചതെന്ന് പോലീസിന് മനസ്സിലാകുന്നു. എന്റെ കൂടെ ഇരുന്ന് നീ എന്നെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അച്ഛൻ അവരോട് ദേഷ്യപ്പെടുന്നു. കുറച്ച് നാളത്തേക്ക് കോർട്ടിൽ ഒരു കേസുകൾ പോലും നടക്കില്ല, സമരമാണെന്നും ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. സോ യാമിനിയെയും കൂട്ടി ഹീറോ തിരിച്ചു പോകുന്നു. നിന്റെ ബോയ് ഫ്രണ്ടിനെ നിനക്ക് കാണണോ എന്ന് ഹീറോ യാമിനിയോട് ചോദിക്കുന്നു. കാരണം അവളുടെ ബോയ് ഫ്രണ്ടിനെ ഹീറോ ട്രാപ്പിലാക്കിയിരുന്നു. അവനെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഹീറോ അടച്ചു വയ്ക്കുന്നു. ഹീറോയിനെ വടനാട്ടിൽ തന്നെ നിർത്തിയിട്ടായിരുന്നു ഹീറോ പോയത്. സോ ഹീറോയുടെ അച്ഛനും അമ്മയും ഹീറോയിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ മരുമകളെ ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ ആദ്യം എതിർക്കുമെങ്കിലും പിന്നീട് അയാൾ സമ്മതിക്കുന്നു. സോ എല്ലാവരും ഹാപ്പിയാകുന്നു. നിധിയുടെ അമ്മ ഇൻവയ്ക്ക് കോൾ ചെയ്ത് കുറച്ച് ദിവസമായി എൻ്റെ മകൻ വീട്ടിൽ വന്നിട്ട് അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ ബിസിനസ് സംബന്ധിച്ച് ഒരു മീറ്റിങ്ങിന് വിട്ടിരിക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു വരുമെന്നും ഇൻവ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിധിയെ കണ്ടുപിടിക്കണമെന്ന് ഇൻവ ഫ്രണ്ട്സിനോട് പറയുന്നു. ഹീറോയ്ക്ക് ഇൻവയുടെ ഫോണിൽ നിന്നും ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ ഫസ്റ്റ് സീനിൽ സൂയിസൈഡ് ചെയ്ത ഹീറോയുടെ റിലേറ്റീവ് ഫാമിലിയെ പെൺകുട്ടിയുടേതാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ആ നാട്ടിലെ പല പെൺകുട്ടികളുടെ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ പബ്ലിക്കിന് ഷെയർ ചെയ്യുമെന്ന് ഇൻവ പറയുന്നു. ഇതൊക്കെ കണ്ട് വളരെ ദേഷ്യത്തിലാകുന്ന ഹീറോ നിധിയുടെ അടുത്ത് ചെന്ന് അവനെ ടോർച്ചർ ചെയ്ത് സത്യം പറയിപ്പിക്കുന്നു. അവൻ പറയുന്നതൊക്കെ ഹീറോ വീഡിയോ എടുക്കുന്നുണ്ട്. ഇൻവയുടെ ഫ്രണ്ട്സ് ആണ് ഞങ്ങളൊക്കെ. തെന്നാട്ടിലെ പെണ്ണുങ്ങളെ ലവ് ചെയ്യുന്നതായി അഭിനയിച്ച് മയക്കിയെടുത്ത് അവരുടെ പ്രൈവറ്റ് വീഡിയോ എടുത്ത് അത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തും. ഭയം കാരണം ആരും ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയാൻ തുനിഞ്ഞാൽ ഒരു ആക്സിഡന്റ് എന്ന വ്യാജേന അവരെയൊക്കെ ഇൻവയുടെ ആളുകൾ കൊല്ലും. ഹീറോയുടെ റിലേറ്റീവ് ഫാമിലിയിലെ പെൺകുട്ടിയും ഇൻവയുടെ കയ്യിൽ അകപ്പെട്ടതിനാലാണ് ആ ഫാമിലിയിലെ എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയ ഹീറോ നിയമപ്രകാരം തന്നെ ഇൻവയ്ക്കും ഫ്രണ്ട്സിനും ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന് ചിന്തിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഹീറോ തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഇൻവ മറ്റൊരു വീഡിയോ ഹീറോയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് ഹീറോയിൻ കുളിക്കുന്നതാണ്. ഇത് കണ്ട് ഹീറോ വളരെയധികം ടെൻസ്ഡ് ആകുന്നു. ഹീറോയിന്റെ ഫോണിലേക്കും ഈ വീഡിയോ വരുമ്പോൾ അവൾ അത് ഫ്രണ്ടായ യാമിനിയോട് പറഞ്ഞ് കരയുന്നു. ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണോ എന്ന് നീ തീരുമാനിക്കുന്നു പറഞ്ഞ് ഇൻവ കോൾ കട്ട് ചെയ്യുന്നു. ആ വീഡിയോ പുറത്തു വന്നാൽ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് ഹീറോയിൻ ഹീറോയോട് പറയുമ്പോൾ നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടതും അവരാണെന്ന് ഹീറോ പറയുന്നു. പക്ഷെ ഇന്ന് ഈ കാലത്ത് കുറ്റം ചെയ്തവരെക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇരയാണ്. ഇരയ്ക്ക് നീതി കിട്ടാൻ പാടാണെന്ന് പറഞ്ഞ് ഹീറോയിൻ കരയുന്നു. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ എവിടെയൊക്കെയാണ് അവർ ക്യാമറ വെച്ചിരിക്കുന്നതെന്നറിയാൻ ഹീറോ ചെക്ക് ചെയ്യുമ്പോൾ ബാത്റൂമിൽ നിന്നും ഹീറോയ്ക്ക് ക്യാമറ കിട്ടുന്നു.
സോ നീ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഹീറോയിനോട് പറയുന്നു. ഹീറോ പറഞ്ഞതനുസരിച്ച് ഈ വീഡിയോയിലുള്ളത് ഞാനല്ല, ഇതെന്റെ ഫേസ് മോർഫ് ചെയ്തതാണെന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിലുള്ളത് ഞാൻ തന്നെയാണ്. ഹീറോയിൻ പറയുന്നതൊക്കെ ഇൻവയും ഫ്രണ്ട്സും ലൈവായി കാണുന്നുണ്ട്. ഇത് ചെയ്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? സോ എല്ലാവരെയും കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇൻവയുടെ ഫ്രണ്ട്സിന്റെ എല്ലാം ഫോട്ടോ സഹിതം കാണിച്ച് ഹീറോയിൻ കാര്യങ്ങൾ പറയുന്നു. ഇത് കണ്ട അവർ ഓരോരുത്തരും ഭയപ്പെടുന്നുണ്ട്. വീഡിയോയ്ക്ക് ലാസ്റ്റ് നീ ചെയ്തതിനൊക്കെ നിയമം അനുസരിച്ച് തന്നെ നിനക്ക് ശിക്ഷ വാങ്ങിത്തരുമെന്ന് ഹീറോ പറയുന്നു. ഇൻവയ്ക്കെതിരായി സാക്ഷി പറയാൻ 2 പെൺകുട്ടികളും നിധിയും സമ്മതിക്കുന്നു. പക്ഷെ ആ 2 പെൺകുട്ടികളെയും ഇൻവയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തി ഇൻവയ്ക്കെതിരെ സാക്ഷി പറഞ്ഞ് നിങ്ങളെ കൊല്ലുമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികൾ സാക്ഷി പറയുന്നതിൽ നിന്നും പിന്മാറുന്നു. നിധിയെയും ഇൻവയുടെ ആളുകൾ ഹീറോയുടെ കയ്യിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നു. സാക്ഷി പറയാനായി വന്ന 2 പെൺകുട്ടികളും പിന്മാറി. സോ നീ സാക്ഷി പറയണമെന്ന് ഹീറോയിനോട് പറയുമ്പോൾ ഞാനും അവനെതിരെ സാക്ഷി പറയാമെന്ന് യാമിനി പറയുന്നു. ഇൻവയ്ക്കെതിരായ കാര്യങ്ങളെല്ലാം ഹീറോ കോർട്ടിൽ പറയുന്നു. ഇൻവയുടെ ഫോൺ മിസ്സായിട്ട് കുറച്ച് ദിവസങ്ങളായി, പിന്നെ എങ്ങനെ ആ ഫോണിൽ നിന്നും വീഡിയോ വരും? അതൊക്കെ അയാൾ ക്രിയേറ്റ് ചെയ്ത് ഇൻവയെ കൊടുക്കുന്നതാണെന്ന് ഇൻവയുടെ വക്കീൽ വാദിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് പോലീസ് ഹീറോയുടെ വീട്ടിൽ വന്ന് നിധിയുടെ ഫോൺ ടവർ ഇവിടെയാണ് കാണിക്കുന്നത്. സോ ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമെന്ന് പോലീസ് ഹീറോയുടെ അച്ഛനോട് പറയുന്നു. വീണ്ടും കോർട്ടിൽ കാണിക്കുമ്പോൾ നിധി പറഞ്ഞതൊക്കെ ഹീറോ റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കോർട്ടിൽ ഹീറോ സബ്മിറ്റ് ചെയ്യുന്നു. ഇൻവ നിറയെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നയാളാണ്, പെൺകുട്ടികളെ കടത്താറുണ്ട്, ആളുകളെ കൊല്ലാറുണ്ട്. ഇതൊക്കെ ഇൻവയുടെ വൈഫിന് മനസ്സിലായത് കൊണ്ടാണ് അവളെയും ഇൻവ കൊന്നത്. ഇതൊക്കെയാണ് നിധി പറഞ്ഞതായി വീഡിയോയിലുള്ളത്. സോ ഇൻവയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ഹീറോ കോർട്ടിൽ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പോലീസിന് ഹീറോയുടെ കാറിൽ നിന്നും നിധിയുടെ ബോഡി കിട്ടുന്നു. ഇൻവ നിധിയെ പിടിച്ചുകൊണ്ടുപോയി കൊന്നതിന് ശേഷം ഹീറോയെ കൊടുക്കാനായി അവന്റെ ബോഡി ഹീറോയുടെ കാറിലിടുന്നു. ഇൻവയുടെ വക്കീൽ നിധിയുടെ ഫോണിലുള്ള ഒരു വീഡിയോ ജഡ്ജിനെ കാണിക്കുന്നു. ഹീറോ തന്നെ ടോർച്ചർ ചെയ്ത് ഇൻവയ്ക്കെതിരെ സംസാരിച്ചതാണെന്നായിരുന്നു ആ വീഡിയോയിൽ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഹീറോ ആണെന്നും നിധി പറയുന്നു. കൊല്ലുന്നതിന് മുൻപ് ഇൻവ നിധിയെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനൊരു വീഡിയോ എടുപ്പിച്ചത്. എവിഡൻസുകളെല്ലാം ഹീറോയ്ക്ക് എതിരായി മാറുന്നതിനാൽ കേസ് ഹീറോയ്ക്ക് നേരെയാകുന്നു. എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ച് ഹീറോയെയും ഹീറോയുടെ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നു. ഞാൻ കാരണമാണ് അച്ഛൻ ഇങ്ങനെ വന്നത് എന്നൊക്കെ ഹീറോ വളരെ ഫീലിങ്സോടെ പറയുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും ജയിലിൽ കിടക്കാം, ബട്ട് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ഹീറോയുടെ അച്ഛൻ പറയുന്നു. നിയമപരമായി അവരെ ഒന്ന് തൊടാൻ പോലും തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ ഓരോരുത്തരെയായി തട്ടിക്കൊണ്ടുപോകുന്നു. ഇൻവയെ ഒഴിച്ച് ബാക്കി 6 പേരെയും ഹീറോ കടത്തുന്നു. കൂടെയുള്ളവരെ ഹീറോയാണ് കടത്തിയതെന്ന് മനസ്സിലാക്കി ഇൻവ ഹീറോയ്ക്ക് കോൾ ചെയ്ത് അവർ 6 പേരും എനിക്ക് വളരെ പ്രധാനപ്പെട്ടവരാണ്, സോ നീ അവരെ വെറുതെ വിടണം, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് ഇൻവ പറയുന്നു. അത് തന്നെയല്ല, നിന്റെ ഗ്രാമത്തിലെ ധാരാളം പെൺകുട്ടികളുടെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ ലീക്കാക്കിയാൽ അവരെല്ലാം സൂയിസൈഡ് ചെയ്യും, നീ അവരെ വെറുതെ വിടുകയാണെങ്കിൽ ആ വീഡിയോകളെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാമെന്നും ഇൻവ പറയുമ്പോൾ ശരി ഓക്കെ, ഞാൻ എവിടെ വരണമെന്ന് ഹീറോ ചോദിക്കുന്നു. ഇൻവ പറഞ്ഞിടത്തേക്ക് കടത്തിയ 6 പേരുമായി ഹീറോ പോകുന്നു. ഇപ്പോഴാണ് ഹീറോയുടെ സിസ്റ്ററിന് എന്ത് സംഭവിച്ചതാണെന്ന് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഹീറോയും ഹീറോയുടെ സിസ്റ്ററും നടന്നു വരുന്ന വഴിക്ക് കുറച്ചു പേർ അവരെ ഫോളോ ചെയ്ത് വന്ന് ഹീറോയുടെ സിസ്റ്ററിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ ഇൻവ പറഞ്ഞിടത്തേക്ക് ചെല്ലുന്നു. ഹീറോയുടെ കൂടെ ഇൻവയുടെ കടത്തപ്പെട്ട ഫ്രണ്ട്സ് ഇല്ലാത്തതിനാൽ നീ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, സോ ആ വീഡിയോസ് എല്ലാം ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അത് ചെയ്യുന്നു. ഇനി നീ നിന്റെ ഫോൺ ചെക്ക് ചെയ്യ, വീഡിയോസ് വന്നിട്ടുണ്ടെന്ന് ഇൻവ പറയുമ്പോൾ ഹീറോ ഫോൺ നോക്കിയിട്ട് വീഡിയോസ് വന്നില്ലെന്ന് പറയുന്നു. കാരണം ആ സ്ഥലത്ത് റേഞ്ച് കുറവായതിനാൽ വീഡിയോസ് അപ്ലോഡ് ആകാതെ വരുന്നു. അവിടെ ഉള്ളവരുമായി ഹീറോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇൻവയുടെ ഫ്രണ്ട്സിനെയെല്ലാം അടിച്ചു ഓടിച്ചതിന് ശേഷം ഇൻവയെയും ഹീറോ അടിച്ച് ശരിയാക്കി കൈകൾ ലോക്ക് ചെയ്യുന്നു. ഇൻവയുടെ ഫ്രണ്ട്സായിരുന്ന ആ 6 പേരെയും ഹീറോ കൈകൾ ലോക്ക് ചെയ്ത് ഇൻവയ്ക്കൊപ്പം ഇരുത്തുന്നു. ആ 7 പേരുടെയും പേരൻസിനെയും ഹീറോ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. അതിൽ പലരുടെയും വീട്ടിൽ അവർ ചെയ്തിരുന്ന തെറ്റുകൾ അറിയില്ലായിരുന്നു. തങ്ങളുടെ പേരൻസ് എല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞതിൽ ഇൻവയുടെ ഫ്രണ്ട്സ് എല്ലാം ടെൻസ്ഡ് ആകുന്നു. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്ത വീഡിയോകളും ഹീറോ അവരുടെ പേരൻസിനെ കാണിക്കുന്നു. പല പെൺകുട്ടികളും ഇവർ കാരണം മരണത്തിന് ഇടയായി. സോ ഇവരെ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ പറയുന്ന ഹീറോ അവരോട് പറയുമ്പോൾ ആ 7 പേരിൽ ഒരാളുടെ സിസ്റ്റർ വന്ന് ഒരു ഇരുമ്പുവടി കൊണ്ട് അവനെ അടിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കൊല്ലണമെന്ന് അവൾ പറയുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാളുടെ അച്ഛൻ എന്റെ മകനെ നിങ്ങൾക്ക് വിട്ടുതരില്ല, നിയമപരമായി നോക്കാമെന്ന് പറയുമ്പോൾ ഹീറോ കടത്തിക്കൊണ്ടുവന്നതിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അവന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. ഞാൻ സത്യസന്ധനായ ഒരു പോലീസുകാരനായിരുന്നു, പക്ഷേ ഇവർ എന്നെ ഇതിൽ അകപ്പെടുത്തിയതാണെന്ന് ആ പോലീസുകാരൻ ഹീറോയോട് പറയുന്നു. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ എന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അയാൾ സ്വയം ഷൂട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാളെ അയാളുടെ ഭാര്യ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു.
ബാക്കിയുള്ളവരുടെ പേരൻസും ഇവർ മരിക്കേണ്ടവർ തന്നെയാണ് എന്ന് പറയുന്നു. ഈ സമയം ഇൻവയുടെ ഭാര്യയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊന്ന് എന്നെ രക്ഷിക്കുന്ന ഇൻവ ഫാദർ ഇൻ ലോയോട് പറയുമ്പോൾ അയാൾ ഗൺ ഇൻവയ്ക്ക് നേരെ ചൂണ്ടി എന്റെ മകളെ കൊന്നിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് ചോദിച്ച് ഇൻവയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഹീറോ ബാക്കിയുള്ളവരുടെ പേരൻസിനെയും ഇൻവയുടെ ഫാദർ ഇൻ ലോയെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവരെയെല്ലാം ഹീറോ കൊന്നതായി പറഞ്ഞ് ഷട്ടർ തുറന്ന് പുറത്തേക്ക് വരുന്നു. ഇതാണ് മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത്. ഹീറോ ജയിലിൽ പോകേണ്ടി വരുമെന്നോർത്ത് അമ്മ പൊട്ടിക്കരയുമ്പോൾ ഹീറോ അച്ഛനെ നോക്കുന്നു. അച്ഛൻ അഭിമാനത്തോടെ നിൽക്കുന്നത് കണ്ട് ഹീറോ ഹാപ്പിയാകുന്നു. കൂടെ നിന്നവരെല്ലാം ഹീറോയുടെ മേൽ പൂക്കൾ വിതറുന്നു. ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു. ഈ സിനിമയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.